മതി മതി. അയ്യോ അതെ ഇതാ ഞാൻ പറഞ്ഞ ആള്, ഗൗരിദാസൻ നമ്പൂതിരി. കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. മനേന്ന് വന്നതാ, ഒരു പൂജയ്ക്ക് വേണ്ടിട്ടാ. പറഞ്ഞല്ലോ, ബാക്കി കാര്യങ്ങൾ എന്താന്ന് വെച്ചാ പറഞ്ഞു ഉറപ്പിക്കാം. കൊങ്ങാക്ക് വല്ലതും പറ്റിയോ? കുഴപ്പമില്ല. എന്നാ വന്നോളൂ. പോട്ടെ വാര്യാശ. കിട്ടി, ബ്രഹ്മചാരിയെ കിട്ടി. വലിയ തിരുമേനി, ബ്രഹ്മചാരിയെ കിട്ടി. വടശ്ശേരി വാമനൻ ഒരു കാര്യം ഏറ്റാൽ ഏറ്റതാണ്. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. ഇറങ്ങി മേലാതിന്റെ പഠിക്കാതിട്ട് പോരുത്. ഗൗരിദാസൻ അല്ലേ? അതെ, ഞാൻ സൂര്യ നമ്പൂതിരി, മരിച്ച ശ്രേഷ്ഠ പണ്ഡിതൻ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ അനുജൻ. ഞാൻ അയ്യപ്പൻകുട്ടി. ചോദിച്ചില്ല, അതുകൊണ്ടാ പറഞ്ഞത്. വിവരങ്ങളൊക്കെ വാമനം പറഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലേ? എന്തോ പൂജ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞു. എന്തോ പൂജയല്ല, വിശേഷപ്പെട്ട ചില പൂജകളാ. പഴയ ശാപത്തിന്റെ ഫലമായിട്ട് കുടുംബത്തിൽ യക്ഷിയുടെ ശല്യം തുടങ്ങിയിരിക്കണോ? ദുസൂചനകൾ ഒന്ന് രണ്ടെണ്ണം കാണുകയും ചെയ്തു. അതില്ലാതാക്കാൻ ആ പൂജകള്. ഗൗരി, ഇതൊന്നും ഇയാൾ നേരത്തെ പറഞ്ഞില്ലല്ലോ. നമുക്ക് ഈ പണി വേണ്ട, വാ പോകാം. അങ്ങനെ അങ്ങ് പോകാനാണോ ഇത്രയും ദൂരത്തുനിന്ന് ഞാൻ കൊണ്ടുവന്നത്? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഭൂതപ്രേതങ്ങളുള്ള സ്ഥലത്ത് ഞങ്ങൾ പൂജ ചെയ്യാറില്ല. ഇല്ലേ? എന്നാൽ ആദ്യമായിട്ടൊന്ന് ചെയ്ത് നോക്ക്. ഗൗരി, നീ വരുന്നുണ്ടല്ലോ? ഞങ്ങൾ തയ്യാറാണ്. ഗൗരി, ഞാൻ തയ്യാറല്ല. ശങ്കര മണി കണ്ട എന്താ ഗൗരിദാസൻ അകത്തേക്ക് കടന്നോളൂ. ആ പടിഞ്ഞാറ് ഭാഗത്തെ ഇടതുവശത്തെ മുറി അതാ ഒഴിച്ചിട്ടിരിക്കണേ. വാമന, മറ്റേ ആ കൊളപ്പരയ്ക്കടുത്തുള്ള മുറി കാട്ടിക്കൊടുക്കുക. എന്തായാലും പോകാൻ പറ്റില്ല. ഞാൻ ഗൗരിയുടെ കൂടെ കിടന്നോളാം. നമ്പൂരി അകത്തേക്ക് പോയിക്കൊള്ളുക. താൻ അവിടെ നിൽക്ക. പൂണൂൽ ധരിച്ചവർക്ക് മാത്രമേ അകത്ത് കിടക്കാൻ പായി വിരിക്കൂ. താൻ പരികർമ്മിയാണ്. തനിക്കുള്ള മുറി ഞാൻ കാണിച്ചു തരാം. വരിക. ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ വാമനേട്ട പറഞ്ഞുതരാം. അതിനു മുമ്പ് അയ്യപ്പൻകുട്ടിക്ക് യക്ഷിയെ പേടിയുണ്ടോ? യക്ഷിയെ പിന്നെ ആർക്കാ പേടിയല്ലാത്തത്? എന്തിനാ? അതൊരു സാധാരണ മനുഷ്യ സ്ത്രീയല്ല. സാധാരണ മനുഷ്യ സ്ത്രീയാ. രക്തം ഊറ്റി കൊടുക്കുന്നേനാ. അത് പിന്നെ കൊതുക് കുടിക്കില്ലേ? അത് ഇച്ചിരി ഇച്ചിരി അല്ലേ? കൊതുക് ഇച്ചിരി ഇച്ചിരി കുടിക്കും. ഇത് ഒറ്റയടിക്ക് ഒത്തിരി കുടിക്കും. കൊതുകിനൊരു കൊമ്പുണ്ട്, യക്ഷിക്ക് 2 പല്ലുണ്ട്. കൊതുക് പറക്കുന്ന ഇനമാണ്, യക്ഷിയും പറക്കുന്ന ഇനമാണ്. ഒരു പനയിൽ നിന്ന് മറ്റൊരു പനയിലേക്ക്, ആ പനയിൽ നേരെ പാലയിലേക്ക് പറക്കും. കൊതുകിന് ചോര കിട്ടാതാവുമ്പോ മൂളും. യക്ഷിക്ക് ചോര കിട്ടാതാവുമ്പോ അലറും. അയ്യപ്പ, കൊതുകിനെ നമ്മൾ ഒറ്റയടിക്ക് കൊല്ലുന്നു, യക്ഷി നമ്മളെ ഒറ്റയടിക്ക് കൊല്ലുന്നു. നീ എന്തിനാടാ പേടിക്കുന്നേ? കൂടെ ഞാനില്ലേ? പാതിര, മുതുപാതിരയാവുമ്പോ ജിൽ ജിൽ എന്ന ശബ്ദം കേൾക്കുമ്പോ നീ കരുതും മണി കെട്ടിയ പൂച്ച തട്ടിൻപുറത്ത് എലിയെ തപ്പിപ്പിടിക്കുകയാണെന്ന്. അല്ല, അത് യക്ഷിയുടെ പാദസരത്തിന്റെ ശബ്ദമാണ്. പെട്ടെന്ന് പൊട്ടിച്ചിരി അട്ടഹാസം കേൾക്കുമ്പോ നീ കരുതും അടുത്ത വീട്ടിലെ കുട്ടം വൈദ്യന്റെ പ്രാന്താശുപത്രി നേട്ട നിലവിളിയാണെന്ന്. അല്ല, പിന്നെ അപ്പൊ നീ വിചാരിക്കുക ഞാനിങ്ങനെ ഗാനമേളയാണെന്ന്. അല്ല, യക്ഷി വെള്ള സാരി ഉടുത്തോണ്ട് പാട്ട് പാടുകയാണ്. ഇത് അവൾ തന്നെ, യക്ഷി, ബ്രഹ്മദേശത്തെ യക്ഷി. പല്ലുണ്ടി, രക്തം പുരണ്ട നാവ് പുറത്തു കാട്ടി, കണങ്കാൽ വരെ പനങ്കുല പോലെ മുടി വളർന്ന്, കയ്യിലെയും കാലിലെയും നഖങ്ങൾ നീണ്ടു വളർന്ന ഒരു ഭീകര സത്തു. ചോര ചോര. അലറാതെ വാ. ഇതാണ്. മനസ്സിലായില്ല. മനസ്സിലായില്ലേ? നിന്റെ മുറി. ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അത് ശരി. മുറി ഇഷ്ടായോ? മുറിയൊക്കെ ഇഷ്ടം. എനിക്ക് നിന്റെ ആരും കഷ്ടായി. നിന്റെ കൂട്ടുകാരൻ നിനക്ക് നഷ്ടമാവും. ഇത്രയും വലിയൊരു അയ്യോയുടെ ആവശ്യമില്ലായിരുന്നു. പിന്നൊരു കാര്യം, വാതിൽ മുട്ട് കേൾക്കും, തുറക്കരുത്. ശബ്ദം മാറ്റി പരിചയമുള്ള ശബ്ദത്തിൽ സംസാരിക്കും. അപ്പൊ തുറക്കാമോ? തുറന്നാൽ ഇവിടുത്തെ ബാല്യക്കാരി സൗദാമിനി അമ്മയ്ക്ക് രാവിലെ അടിച്ചു വരാൻ നിന്റെ പല്ലും നഖവും ഈ താടിയും മാത്രമേ ബാക്കി കാണൂ. പേടിക്കരുത്. പിന്നൊരു കാര്യം, ഇവിടുന്ന് പോകുന്നത് വരെ ഇത്ര വലിയ അയ്യോ വേണ്ട. അതാവാം. എന്നെ പോലല്ല, വേടിത്തൊണ്ടനാ. ആരാന്നാ ചോദിച്ചത്? ആദ്യം ഒന്ന് കുളിക്കുക, ബാക്കി കാര്യം പിന്നെ.
ബാത്റൂം എവിടെയാണാവോ? ആ ഇടയ്ക്ക് ചില നിലവിളികൾ കേൾക്കും, അട്ടഹാസങ്ങൾ കേൾക്കും. ചോരയ്ക്ക് വേണ്ടിയാണ്. ധൈര്യം കൈവിടരുത്. ഇല്ല. എന്തിനാ ഇതിനകത്തൊരാള് ആളോ? ആ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുന്നു. കുളി കഴിഞ്ഞ് ഞാൻ വന്നപ്പോ ഇതിനകത്ത് പതുങ്ങി നിൽക്കായിരുന്നു. ആരാടാ നീ? ഇറങ്ങി വാടാ പുറത്ത്. എടാ ഇറങ്ങി വരാൻ. അവന്റെ കയ്യിൽ ആയുധം വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. ഉറപ്പല്ലേ? എടാ നീ ഇറങ്ങി വരുന്നോ? ഞാൻ കയറി വരണോ? നമസ്കാരം. ആരാടാ നീ ഇതിനകത്ത് പായുമായിട്ട്? പൂജാരി, പൂജയ്ക്ക് വന്ന പൂജാരി. പൂജാരിക്ക് ഇതിനകത്ത് എന്താ കാര്യം? താമസിക്കാനുള്ള എന്റെ മുറി ഇതാണെന്നാ വലിയ തിരുമേനി പറഞ്ഞത്. അതെയോ? പെണ്ണുങ്ങളുടെ മുറിയെ തനിക്ക് വന്ന് താമസിക്കാൻ കണ്ടുള്ളൂ. അതെ. പെണ്ണുങ്ങളുടെ മുറിയാന്ന് പുറത്ത് എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. അതില്ല. ഞാൻ തുണി മാറുന്നിടത്ത് കൊച്ചനെ ഒന്ന് നോക്കിയത്. നോക്കട്ടെ നോക്കട്ടെ. ഏ? അയ്യേ, അപ്പൊ നീ തുണിയിലാകുന്നതാ. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരു മിന്നായം പോലെ കണ്ടു കാണും അല്ലേ? ഇറങ്ങി പോട വെളിയില്. പോയിക്കോളാം. കിടന്നമറിയൊന്നും വേണ്ട. നമ്പൂതിരിക്ക് ഒരു മുറി, പരികർമ്മയ്ക്ക് ഒരു മുറി. അതിവിടെ നടക്കത്തില്ല. ഞങ്ങൾ ഒരുമിച്ച് കിടന്നോളാം. ഞങ്ങളോ ഒരുമിച്ചാ? ഇതല്ല, പിന്നെ പരികർമ്മി. അപ്പൊ വേറെ ആളുണ്ടോ? ആ, ഇവൻ കൊള്ളാലോ. എന്തിയേ? എന്തിയേ? പേടിപ്പിക്കുക. ചിലപ്പോ വാതിലിൽ മുട്ട് കേൾക്കും, പാദസരത്തിന്റെ കിലുക്കം കേൾക്കും. പരദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചു കിടക്കുക. അയ്യപ്പൻകുട്ടി, ഇത് ഞാനാ. വാതിൽ തുറക്ക്. ഇവനായിരുന്നോ? ശബ്ദം മാറ്റി വരെ സംസാരിക്കും. വിശ്വസിച്ച് പുറത്തിറങ്ങിയാൽ നേരം വെളുക്കുമ്പോ പല്ലും നഖവും മാത്രമേ ബാക്കി കാണൂ. ഇവനിതെന്താ തുറക്കാത്തത്? ഇപ്പൊ ആ കൊണ്ട് കേറുന്നു. അത് ശരി, ശബ്ദം മാറ്റി എന്നെ കൊല്ലാൻ വന്നതാണല്ലേ? എന്നെ കൊല്ലല്ലേ, ഞാൻ ജോലിയില്ലാത്തടത്തിലാണ്. ഗൗരിയ, നീ എന്താ പായ എടുത്തേക്കണത്? റൂം മാറി. അതിന് പായ എടുക്കണ? ഉടുപ്പിച്ചതാ. ആര്? അവള്. അവളാ? ആര്? അവള് കണ്ട്. എന്ത് കണ്ട്? ഫുള്ള്. ഫുള്ള് കണ്ട? ഒരു മിന്നായം പോലെ. മിന്നായം പോലെ? നീ എന്തൊക്കെയായി പറയണേ? നീ ഇത്രയൊക്കെ അറിഞ്ഞാ മതി. എടാ ഗൗരി, ഞാനില്ല ഈ പണിക്ക്. നീ വേറെ ആരെങ്കിലും നോക്കിക്കോ. എടാ ഇതൊരു പ്രേതാലയമാണടാ. മനുഷ്യനെ കെടുത്തി ഉറക്കണ്ടേ? ജനാല താനെ അടയുക, പാദസരത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുക, കാറ്റാഞ്ഞടിക്കുക, കരിയല പറക്കുക. നീ ആ പടി വരെ വന്നൊന്ന് നിന്നാ മതി. വണ്ടിക്കാശ് പോലും ഇല്ലാതെ ഞാൻ പൊക്കോളാടാ. ഒരൊറ്റ താങ്ങ് വെച്ചെന്നുണ്ടല്ലോ. നിന്റെ എത്ര ചുറ്റിക്കളിക്കാനാ ഞാൻ കൂട്ടുന്നത്? നിന്റെ വാക്ക് കേട്ടാ വട്ടുപണിന്റെ പുറകെ ഓടിയത്. ആ ഓട്ടം ഇവിടെ വന്ന് അവസാനിച്ചത്. ദൈവമാടാ നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ചത്. എനിക്ക് ഈ പൂജയും മന്ത്രം ഒന്നും വശമില്ല. ഞാൻ പോയിട്ട് ആ ദേഹണ്ണക്കാരെ കൃഷ്ണൻ ഇങ്ങോട്ട് പറഞ്ഞുവിടാ. അവൻ ഈ പൂജയുടെ ഉസ്താദാ. പോയിട്ട് വരട്ടെ. നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഇവിടുന്ന് വിടുന്നില്ല. ഞാനും പോകുന്നില്ല. ഗൗരി, ഇവന്മാരുടെ യക്ഷിശാപം തീർക്കാൻ നിനക്കെന്ത് ഇത്ര ആവേശം? കാശിനാണെങ്കിൽ എവിടെന്നെങ്കിലും കടം മേടിച്ച് ഞാൻ തരാം. ഇല്ലെങ്കിൽ നീ എനിക്ക് തരാനുള്ള 27,000 രൂപ തരണ്ട. എന്നാ കേട്ടോ, കാശ് മോഹിച്ചിട്ടോ ഇവിടുത്തെ യക്ഷിശാപം തീർക്കാനോ അല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. പിന്നെ എനിക്കൂടി അവകാശപ്പെട്ടതാ ഈ തറവാട്. നിനക്ക് അവകാശപ്പെട്ടതോ? അതെങ്ങനെ? മരിച്ചുപോയ എന്റെ അച്ഛന്റെ തറവാടായത്. അച്ഛൻ മരിച്ച ശേഷം അമ്മയുടെ കൈയും പിടിച്ച് പെങ്ങന്മാരോടൊപ്പം ഇവിടുന്ന് പടിയിറങ്ങിപ്പോയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇറങ്ങിപ്പോയതല്ല, ഇറക്കി വിട്ടതാ ഇപ്പോഴുള്ള ആ വയസ്സൻ കാരണവൻ. ഇപ്പൊ എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതാ ഈ തറവാട്. അതിനുള്ള രേഖകൾ ഇവിടെ നിലവറയ്ക്കുള്ളിൽ എവിടെയോ ഉണ്ട്. അത് കണ്ടെത്തണം എനിക്ക്. അത് കൈക്കലാക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അപ്പൊ ഒന്ന് തീർച്ചയായി, ഒന്നുകിൽ ലക്ഷിയുടെ കയ്യാൽ അല്ലെങ്കിൽ ഇവരുടെ കയ്യാൽ മരണം ഉറപ്പാ. എന്റെ അമ്മേ, നീ വാതിലടച്ചേർന്ന് ഉറങ്ങാൻ നോക്ക്. അയ്യോ, നീ കേട്ടോ പാദസരത്തിന്റെ ശബ്ദം? വല്ല ലക്ഷ്യമായിരിക്കും. പാദസരം മണ്ണാൻ കെട്ട കിടന്നുറങ്ങാൻ നോക്കണം. എന്റെ അമ്മ, അയ്യോ അയ്യോ, എന്നെ കൊല്ലല്ലേ. താൻ
നടക്കുക? എന്താ വാമന ഇതൊക്കെ? വല്യ തിരുവേദി ഒന്നും അറിഞ്ഞില്ലല്ലേ? എന്താ? നിങ്ങൾ എന്നെ കൊജ്ഞാടനാക്കി. ഏ? അല്ല, എന്ന നാടകത്തിലെ പ്രധാന ഭാഗം അഭിനയിക്കുകയാണ് ഇവൻ. സൂര്യമംഗലത്തുകാരോടാ കളി. ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ പുറത്തു ചാടി രക്ഷപ്പെടാമെന്ന് കരുതി ഇവൻ. ആയോധന കലകളിൽ പ്രാവീണ്യം സിദ്ധിച്ച തടിമിടുക്കുള്ള ഈ കളരിക്കാരും പിന്നെ കൂർമ്മ ബുദ്ധിയുള്ള ഈ ചാണക്യനും ഇവിടെ ഉള്ളപ്പോ നടക്കുമോ അത്? നമ്മൾ ഇത് എത്ര കണ്ടതാ, ഓർമ്മയില്ലേ? പണ്ടൊരു ബാല്യക്കാരൻ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ പരിപൂർണ നഗ്നനാക്കി മുള കരച്ച് മതി നിർത്തുക. മതി നിർത്തി, ഇനി തിരുമേനി തുടങ്ങാ. രണ്ടുപേരും കൂടി അറിഞ്ഞിട്ടാണോ ഇതൊക്കെ? അല്ല ഞാൻ എന്താ സംശയം? വേണ്ട, ഞാൻ തെളിയിച്ചു തരാം. എന്നിട്ട് മുള കരച്ചാ മതി. ഹയ്യാ ഹൈ. അയ്യോ, ഞാൻ തെളിയിക്കാം. തോന്നിയ ദിവസം കാണിക്കുന്നു. ആദ്യമായിട്ടൊന്നുമല്ലോ പൂജയ്ക്ക് പോകുന്നത്, പിന്നെന്താ ഇവിടെ മാത്രം? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് യക്ഷിയെ പേടിയാണെന്ന്. ഇത് നല്ല തമാശ. കടുവയെ പിടിക്കുന്ന കിടുവയോ? യക്ഷിയുടെ ശാപം തീർക്കാൻ ആവാഹനത്തിന് വന്ന പൂജാരിമാർക്ക് യക്ഷിയെ പേടി. ഓർമ്മയില്ലേ? പണ്ട് ഇതുപോലെ പൂജ ചെയ്യാൻ മടിച്ച വേറൊരു പൂജാരിയെ മുള കരച്ച്. മതി നിർത്തുക. മതി നിർത്തി, ഇനി തിരുമേനി തുടങ്ങുക. ഇനി വേറൊരു കാര്യം, പൂജ പൂർത്തിയാക്കാതെ ഇവിടുന്ന് പുറത്തു കടക്കാമെന്നുള്ള പൂതി വേണ്ട. അത് നടക്കില്ല. ഇനി ഇത് ആവർത്തിച്ച ശിക്ഷ എന്താണെന്നറിയാലോ? മുളകരച്ചിട്ട് ആവർത്തിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. നോക്കണം. ആട്ടെ, എപ്പോഴാ പൂജ തുടങ്ങുക? എന്തൊക്കെ ഏർപ്പാടുകളാ ചെയ്യേണ്ടത്? ആദ്യം കളം വരയ്ക്കാനുള്ള സ്ഥാനം കണ്ടെത്തണം. എവിടെ ഉദ്ദേശിക്കണേ? താളിയോല കണ്ടെത്താൻ സൗകര്യം നിലവറയ്ക്കടുത്ത. എന്താ ചിന്തിക്കണേ? പറഞ്ഞോളൂ. തിരക്കൊഴിഞ്ഞ സ്ഥലം തന്നെ വേണം. രാത്രിയിൽ വിളക്കണയാതെ കാവലിരിക്കുകയും വേണം. അകത്ത് ആ നിലവറയ്ക്ക് സമീപമായാൽ നന്ന്. ഏയ്, വിശേഷ ദിവസങ്ങളിൽ മാത്രമേ നിലവറ തുറക്കാറുള്ളൂ. ഇനി കുംഭമാസത്തിലെ പുയത്തിന് അതുണ്ടാവൂ. അതുവരെ ആരും അവിടെ കടക്കാൻ പാടില്ല. അകത്തളത്തിലാവാലോ, ഒഴിഞ്ഞ സ്ഥലല്ലേ. ദാ നോക്കി പഠിച്ചോ. അഷ്ടലക്ഷ്മികളായി വരച്ചത്. കഷ്ടലക്ഷ്മിയോ? കഷ്ടലക്ഷ്മി അല്ല, അഷ്ടലക്ഷ്മി. ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, ശൗര്യലക്ഷ്മി, വീരലക്ഷ്മി, ഈ ധനലക്ഷ്മി. ധനലക്ഷ്മിക്കാരനാണ് ആ ബാങ്ക്. അല്ല, അത് ലോഡ് കൃഷ്ണക്കാരനാ. ഓ. മണ്ടത്തരം പറയാറാ. കിടാങ്ങളാ. ചേച്ചി ചേച്ചി, ആ ദേ അങ്ങോട്ട് നോക്കി. എന്താ? നാശങ്ങള് മുഴുവനും തെറ്റി. ഞാൻ അതുങ്ങൾക്ക് രണ്ടെണ്ണം കൊടുത്തിട്ട് വരാം. നീ നിന്റെ ജോലി ചെയ്യാൻ നോക്ക്. മാളൂട്ടി, പശുവിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? കേട്ടോടാ ഗൗരി, ഈ പശുവിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? കൗന്നല്ലേ? അത് പിന്നെ ആർക്കാ അറിഞ്ഞൂടാ? ആ. അപ്പൊ കുടിക്കാന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ? അയ്യോ, ഹിന്ദിയിൽ ഞാൻ പുറകോട്ടാണേ. കുടിക്കാന്നുള്ളതിന് എന്താ പറയാ? പീന. ആ. അപ്പൊ പശു കുടിച്ചു എന്നുള്ളതിന് എന്താ പറയാ? കൗബീന. കൗബീന. കൗബീ. എന്താടാ? ഒന്നുമില്ല. ഒന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ചിരിക്കണത്? കൗബീൻ എന്ന് വെച്ചാൽ കോണകം. നിർത്ത്. ഇതെന്താ തമാശ കളിയാന്ന് വിചാരിച്ചോ? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ദേ, ഈ പെൺകൊച്ചാണ് എന്റെ സൂത്രധാരണി. ആണോ? ഒരു കൊമ്പ് കൂടുതലായതിന്. ഉണ്ടക്കണ്ണി. പാവം. ഒന്ന് കേറിയപ്പോ മുതൽ തുടങ്ങിയതാ മേക്കിട്ട് കയറാൻ. ക്ഷമിക്കണം. പൂജക്ക് വന്ന പൂജാരിമാരാണ് ഞങ്ങളെങ്കിലും അല്പം പെസക. മതി, ആ പെശകൊന്നും ഇവിടെ നടക്കില്ല. അനു. വലിയ ചമിണ്ടായിരിക്കും. അയ്യോ. പൂജയ്ക്ക് വന്ന പൂജാരിമാരുടെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്കറിയാം. വന്നു കയറിയ ദിവസം തന്നെ ഇവിടെ എന്താ നടന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. ദേ, ഒന്നുകിൽ ഇവിടെ പൂജ നടക്കണം, അല്ലെങ്കിൽ ഇവരെ കളിവിളി നടക്കണം. രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് മതി. അയ്യോ സ്വാമി, ചതിക്കല്ലേ. പൂജ നടക്കട്ടെ. അയ്യേ. പറ, പറ. അതെ ചേട്ടാ. എന്താ? സ്വാമിക്ക് അയ്യോ. പൂജയ്ക്ക് വന്ന തിരുമേനിക്ക് എന്താ കാര്യം ഈ ഗ്രന്ഥപുരയില്? വെറുതെ ഇവിടേക്ക് ഒന്ന് നടന്ന് കാണാൻ. ഈ പാതിരാത്രിയിലോ? കളം വരയ്ക്കാൻ ഇടം ചോദിച്ചപ്പോ തന്നെ വെല്ലിച്ചും പറഞ്ഞല്ലേ പുറമെ ആരും ഇവിടേക്ക് കടക്കാൻ പാടില്ലെന്ന്. പൂജ തുടങ്ങി 3-ാം പക്കം അകത്തെ കന്നിമൂലയിൽ വിളക്ക് വെക്കണമെന്നുണ്ട്. അതിന്റെ സ്ഥാനം നോക്കാനാ വന്നത്. അല്ലാതെ സൂര്യമംഗലത്തെ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ മകൻ ഗൗരിദാസന് ഇല്ലത്തെ കന്നിമൂല കണ്ടെത്താൻ ഇത്രയും ബന്ധപ്പെടണമെന്ന് അറിയില്ലായിരുന്നു. ഭയക്കണ്ട, ലക്ഷ്യം നിറവേറ്റി മടങ്ങി മതി ഇവിടുന്ന്. ഒരിക്കലും ഞാനൊരു തടസ്സമാവില്ല. നഷ്ടപ്പെട്ടത് തിരികെ നേടാനാണ് ഗൗരി വന്നതെങ്കിൽ ആഗ്രഹിച്ചത് നഷ്ടപ്പെടുമോ എന്ന വേദനയില്ല ഞാൻ.
3 ദിവസത്തെ പൂജ കഴിഞ്ഞ് വല്യമ്മാവിന്റെ സത്യതയ്ക്ക് മുൻപായി ഉത്രാടനാളിൽ ഈ ഇല്ലത്ത് വെച്ച് എന്റെ വേളി നിശ്ചയം നടക്കും. എന്റെ സമ്മതത്തോടെ അല്ലത്, ഇളയമാവിന്റെ ഒരു പിടിവാശി. എതിർക്കാനായില്ല എനിക്ക്. പക്ഷേ സ്നേഹിച്ച പുരുഷനെ, എന്റെ സഞ്ജയം മറന്ന് മറ്റൊരു ജീവിതം എനിക്കാവില്ല. ഗൗരിയുടെ കഥ കേട്ടപ്പോ എന്നെ രക്ഷിക്കാൻ ഒരാളുണ്ടെന്ന് തോന്നിപ്പോയി. ഗ്രന്ഥപുരയിൽ നിന്ന് താളിയോടെ ഞാൻ എടുത്തു തരാം. പകരം ഗൗരി എന്നെ ഒന്ന് സഹായിക്കണം. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാത്രമേ ഇനി നിവർത്തിയുള്ളൂ. വേളി നിശ്ചയത്തിന് ആൾക്കാരെത്തുമ്പോ എന്റെ കഴുത്തിലൊരു താലി ഉണ്ടാവും. അത് ഗൗരി കെട്ടിയതാണെന്ന് ഞാൻ പറയും. പൂജയ്ക്കെന്ന് പറഞ്ഞ് ഇവിടെ കടന്നുകൂടിയത് ഈ വേളി മുടക്കാനാണെന്ന് ഗൗരി പറയണം. താളിയോല കൈ കെട്ടിക്കഴിഞ്ഞ പിന്നെ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ മകനാണെന്നും സൂര്യമംഗലത്തെ അവകാശിയാണെന്നും ധൈര്യമായിട്ട് ഗൗരിക്ക് പറയാം. അതുകൊണ്ട് എന്താവാൻ? പിന്നെന്താ സംഭവിക്കുന്ന അറിയോ? അറിയില്ല, ഒന്നും അറിയില്ല. ആദ്യം ഈ വേളി മുടങ്ങണം, അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എന്താ ഒന്നും മിണ്ടാത്തെ? ഈ വേളി മുടങ്ങിയാൽ മാത്രം മതിയെങ്കിൽ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ ഈ താലി ഗൗരി കെട്ടിയതാണ്. പ്രിയപ്പെട്ട സഞ്ജയ്, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. രക്ഷപ്പെടാൻ ഒരു പദ്ധതി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കൈവിട്ട കളിയാണോന്നറിയില്ല, നമ്മളെ സഹായിക്കാൻ ദൈവദൂതനെ പോലെ ഒരാളെത്തിയിരിക്കുന്നു.